ജീവിതത്തിലെ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് +2 ആണ്. +2ന് ശേഷം നമ്മൾ എന്ത് പഠിക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവി മുന്നോട്ട് പോവുക. ഇപ്പോൾ +2ന് ശേഷം എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, എവിടെ പഠിക്കണം, അതുപോലെ തന്നെ എന്തൊക്കെ അവസരങ്ങളാണ് നമ്മുടെ നാട്ടിലും മറുനാട്ടിലും ഉള്ളത് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. വെൽക്കം ടു ഗസ്റ്റ് റൂം. കൂടെയുണ്ട് ഞാൻ സുനിൽ, എന്നോടൊപ്പം ജോയിൻ ചെയ്യുന്നു പ്രതീഷ് ഗോകുലം. അദ്ദേഹം എഡ്യൂക്കേഷണൽ കൺസൾട്ടൻ്റ് ആണ്. ഒപ്പം തന്നെ ഐക്യ എന്ന സംഘടനയുടെ നാഷണൽ വൈസ് പ്രസിഡന്റ് കൂടിയാണ്. നമുക്ക് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം ഗസ്റ്റ് റൂമിലേക്ക്. സാർ നമസ്കാരം, സ്വാഗതം. നമസ്കാരം. പാലക്കാട് പോലെയുള്ള ഒരു ജില്ലയിൽ നമ്മുടെ ഒരുപാട് കുട്ടികൾ ഓരോ വർഷവും +2 കഴിഞ്ഞ് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ജില്ലയിൽ എത്രത്തോളം ആഫ്റ്റർ +2ന് ശേഷം പഠിക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്, അവസരങ്ങളുണ്ട്, അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം. പാലക്കാട് ജില്ലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാരണം 160-170ഓളം സ്കൂളുകളുണ്ട് ഇവിടെ. അതുപോലെ തന്നെ ഗവൺമെൻറ് കോളേജും സോഷ്യറൊക്കെ ആയിട്ട് 50-ൽ പരം ഡിഗ്രി കോളേജുകളും നമ്മുടെ പാലക്കാടുണ്ട്. പക്ഷേ ഇവിടുന്ന് മൊത്തം പഠിക്കാനുള്ള അവസരം എന്ന് പറയുന്നത് അതിൻ്റെ 3 ഇരട്ടിയാണ് ഇവിടുത്തെ കുട്ടികൾ പാലക്കാട്ടിൽ നിന്ന് ഉന്നത വിദ്യാഭ്യാസത്തിന് എലിജിബിൾ ആവുന്നത്. അപ്പോൾ അതൊരു വലിയ സാധ്യതയാണ്. കാരണം പ്യൂർലി മെറിറ്റായിട്ട് വരുന്ന കുറച്ച് കുട്ടികൾക്ക് മാത്രമാണ് ഇവിടെ പാലക്കാട് പഠിക്കാൻ കഴിയുള്ളൂ. പാലക്കാടല്ല, കേരളത്തിൽ മൊത്തം പഠിക്കാൻ കഴിയുള്ളൂ. അപ്പം ബാക്കി വരുന്ന കുട്ടികൾ കേരളത്തിന് പുറത്തുള്ള സ്ഥാപനങ്ങളെ ആശ്രയിക്കേണ്ടി വരുന്നുണ്ട്. നല്ല മാർക്ക് വാങ്ങിയ കുട്ടികളും അങ്ങനെ പുറത്തു പോകുന്ന സാധ്യതയാണ് കുറേ വർഷങ്ങളായിട്ട് കാണുന്നത്. അത് കറക്റ്റായിട്ട് അവർക്കുള്ള അതിനുള്ള ഗൈഡൻസ് കിട്ടുവാണെങ്കിൽ നമ്മൾക്കതിൻ്റെ അവരുടെ എലിജിബിലിറ്റി ക്രൈറ്റീരിയ, അവർ ആപ്ലിക്കേഷൻ കൊടുക്കുന്നതിൻ്റെ ഓപ്ഷൻ കൊടുക്കുന്നതിൻ്റെ രീതി അനുസരിച്ച് നമുക്ക് നമ്മുടെ നാട്ടിൽ തന്നെ പഠിക്കാനുള്ള അവസരങ്ങളുണ്ട്. കാരണം നാട്ടിലെ മെറിറ്റ് നോക്കി വെയിറ്റ് ചെയ്തിട്ടാണ് പല കുട്ടികളും അന്യ സംസ്ഥാനത്തിലോട്ട് പോവുക. പക്ഷെ അവർ നമ്മളുടെ മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് തരത്തിലുള്ള ആപ്ലിക്കേഷൻ ഏത് കോളേജിൽ ഏത് യൂണിവേഴ്സിറ്റിക്ക് കൊടുത്താൽ നമുക്ക് ഇന്ന സ്ഥലത്ത് കിട്ടും എന്നുള്ളതിൻ്റെ ഒരു അവയർനെസ് കുട്ടിക്കുണ്ടെങ്കിൽ കുട്ടിക്ക് ടെൻഷൻ അടിക്കാതെ ഇവിടെ തന്നെ പഠിക്കാനുള്ള അവസരമുണ്ട്. മറിച്ച് പുറത്ത് പോകുന്ന മോശം എന്നല്ല പറയുന്നത്, പുറത്തും റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അത് സെലക്ട് ചെയ്യാനുള്ള ഒരു നല്ല അവയർനെസ് വഴികാട്ടണം, ഒരു ഗേറ്റ് വേ ഉണ്ടാക്കിയാൽ ഈ പറഞ്ഞ സാധ്യത എല്ലാവർക്കും കറക്റ്റായിട്ട് യൂസ് ചെയ്യാൻ കഴിയും. ഓക്കെ. ഇപ്പോൾ ഒരുപാട് മത്സര പരീക്ഷകളുണ്ടല്ലോ, നീറ്റ്, കീം എന്ന് പറഞ്ഞ ഒരുപാട് മത്സര പരീക്ഷകളുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്ക് +2 പഠിക്കുന്ന കുട്ടികൾക്ക് എല്ലാവർക്കും അതിനെക്കുറിച്ച് വലിയ ധാരണയില്ല. സ്കൂളുകളിൽ ഇങ്ങനെ വളരെ അപൂർവം സ്കൂളുകൾ മാത്രമാണ് അത് അവർക്ക് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലേ? അപ്പോൾ അതെല്ലാം മനസ്സിലാക്കുന്നത് വളരെ നല്ലതല്ലേ? തീർച്ചയായിട്ടും. കാരണം മത്സര പരീക്ഷകൾ നിങ്ങൾ നോക്കിയാൽ അറിയാം. നിങ്ങളിപ്പോൾ IITയുടെ JEE പരീക്ഷയുടെ ഇനിയിപ്പോൾ നീറ്റിൻ്റെ മറ്റേ ഐസറിൻ്റെ അങ്ങനെ പല സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ എൻട്രൻസുകളുണ്ട്. ഇപ്പോൾ കീം ആയിക്കോട്ടെ. അപ്പോൾ ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പല എൻട്രൻസുകളിലും റിസൾട്ട് വരുമ്പോൾ കേരളത്തിൽ 3 റാങ്ക് കിട്ടി, അല്ലെങ്കിൽ കേരളത്തിൽ 100 കുട്ടികൾ എലിജിബിളായി എന്നാണ് പറയുന്നത്. കേരളത്തിൽ 4.5 ലക്ഷം വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. ആ ഡിഗ്രി ഉൾപ്പെടുമ്പോൾ 10 ലക്ഷം കടന്നു പോകും. പക്ഷേങ്കിൽ ഈ മത്സര പരീക്ഷകളുടെ റിസൾട്ട് വരുമ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ ഇത്രയേ ഉള്ളൂ? പക്ഷേ കേരളത്തിലെ സാക്ഷരത കൊണ്ട് കേരളം സമ്പന്നമാണ്. പക്ഷേങ്കിൽ റിസൾട്ടുകൾ മറ്റുള്ള മത്സര പരീക്ഷകളുടെ റിസൾട്ടിൽ നമ്മൾ പുറകിലാണ്. അതിനൊരു ഡീപ്പ് സ്റ്റഡി നടത്തിയാൽ മനസ്സിലാക്കാൻ പറ്റും. പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലുള്ള സ്ഥാപനങ്ങളും സ്കൂളുകളിലുമാണ് ഈ റാങ്ക് ലിസ്റ്റ് വരിക. അതൊരിക്കലും അവർ ക്രാക്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ അവർ ക്വസ്റ്റ്യൻ പേപ്പർ ചോർത്തി കൊടുത്ത് വാങ്ങി നമുക്ക് വാദിക്കാൻ പറ്റുമോ? ഒരിക്കലും അല്ല. അവിടെ എന്താ വെച്ചാൽ ബേസിക്കായിട്ടൊരു 7ാം ക്ലാസ് കഴിയുമ്പോൾ തന്നെ അവിടുത്തെ റെപ്യൂട്ടഡ് സ്കൂൾ ഇതിന് വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തുന്നുണ്ട്. കാരണം കുട്ടികൾക്ക് ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് പോലത്തെ ടെസ്റ്റുകൾ നടത്തിയിട്ട് ആപ്റ്റിറ്റ്യൂഡ്, സൈക്കോമെട്രിക് അങ്ങനെ പല ടെസ്റ്റുകളുണ്ട്. ഇപ്പോൾ AI തന്നെ 15 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ടെസ്റ്റുകൾ ഇപ്പോൾ അവൈലബിൾ ആണ്. അങ്ങനെയുള്ള ടെസ്റ്റുകൾ നടത്തി സ്കൂൾ മാനേജ്മെൻറ്റും പാരൻസുമായിട്ട് അവർ അന്ന് തന്നെ തീരുമാനം എടുക്കുന്നുണ്ട്. 8ാം ക്ലാസ്സിൽ പഠിക്കാൻ പോകുമ്പോൾ തന്നെ ഈ കുട്ടി IAS കാരനാവണോ, അല്ലെങ്കിൽ ഒരു എയിംസിൽ പഠിക്കുന്ന ഒരു ഡോക്ടർ ആവണോ, അല്ലെങ്കിൽ IIT പഠിക്കുന്ന ഒരു എഞ്ചിനീയർ ആവണോ, അല്ലെങ്കിൽ ഗേറ്റ് എഴുതി ഒരു പ്രൊഫഷൻ നേടണോ എന്നുള്ളത് ഒരു തീരുമാനം അന്നോട്ടേ എടുക്കുന്നുണ്ട്. അത് ഫോളോ അപ്പ് ചെയ്ത് വരുന്ന കുട്ടികൾക്കാണ് ഈ 12ാം ക്ലാസ് കഴിയുമ്പോൾ ഈ നീറ്റാണെങ്കിലും മറ്റുള്ള മത്സര പരീക്ഷകളും JEE എല്ലാം കിട്ടാനുള്ള ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അതിന് നമ്മുടെ നാട്ടിലും ആ അവസരമുണ്ട്. നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ് സ്കൂളുകൾ പോലും ഈ കരിയർ ഗൈഡൻസിന് വേണ്ടി ഗവൺമെൻറ് ശക്തമായൊരു ഫണ്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പക്ഷേങ്കിൽ അത് ആ സ്കൂളുകൾ ആ കരിയർ ഗൈഡൻസ് സെക്ഷൻ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റ് അവർ കറക്റ്റായിട്ട് ആ ഫണ്ട് വിനിയോഗിച്ച് നല്ല ട്രെയിനിങ്സ് കുട്ടികൾക്ക് മുമ്പൊക്കെ CG പോലത്തെ സ്ഥാപനങ്ങളൊക്കെ നടത്തിയിരുന്നു. ഇപ്പോൾ നിലവിൽ അങ്ങനെ എല്ലായിടത്തും നടക്കുന്നുണ്ടോയെന്ന് അറിയില്ല. അത് കറക്റ്റായിട്ട് കുട്ടികൾ ഗൈഡൻസ് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലും ഈ പറഞ്ഞ
ഈ കുട്ടികൾക്ക് മറ്റേ ജെയിലും നമ്മുടെ മറ്റുള്ള എല്ലാ മത്സര പരീക്ഷകളിലും മുൻകൂട്ടി റാങ്ക് എടുക്കാൻ പറ്റും. ഇവിടുത്തെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയി കോച്ചിങ്ങിനോ റിപ്പീറ്റിനൊന്നും പോകാതെ തന്നെ നമുക്ക് എടുക്കാനുള്ള അവസരം ഉണ്ട്. ഓക്കെ, അതിനൊക്കെ ഉള്ളൊരു അതല്ലെങ്കിൽ അതിനൊരു അവയർനെസ് കൊടുക്കാനുള്ളൊരു പരിപാടിയാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിൽ നടക്കാൻ പോകുന്ന ബിയോണ്ട് സബ്മിറ്റ് എന്നൊരു പരിപാടി അല്ലേ? എന്താണ് ലക്ഷ്യം വയ്ക്കുന്നത്? +2 കഴിഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് എന്തൊക്കെയാണ് അതിലൂടെ നേടാനായിട്ട് സാധിക്കുക? ബിയോണ്ട് +2 ഡിഗ്രിയും ഫൈനൽ ഇയർ വിദ്യാർത്ഥികളുടെ ഒരു പ്രോഗ്രാമാണ്. അത് നമ്മൾ പാലക്കാട് ജില്ലയിൽ എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ്. കാരണം മുമ്പ് കുറേ സ്വകാര്യ സ്ഥാപനങ്ങൾ കോൺക്ലേവ് എഡ്യൂക്കേഷൻ ഒരു പാൻ ഇന്ത്യൻ കോൺക്ലേവ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം സൗത്ത് ഇന്ത്യയിലത്തെയും വിദേശ രാജ്യങ്ങളിലെ യൂണിവേഴ്സിറ്റി പ്രതിനിധികൾ പങ്കെടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കേരളത്തിനകത്ത് നമ്മൾക്ക് കേരളത്തിലെ യൂണിവേഴ്സിറ്റികളായ കാലിക്കറ്റ്, MG, കേരള, കണ്ണൂർ പോലത്തെ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ കിട്ടേണ്ട കാര്യങ്ങൾ, അതുപോലെ കേരളത്തിൽ എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ KTU യൂണിവേഴ്സിറ്റി അണ്ടറിലാണ് വരിക. അവിടെ അഡ്മിഷൻ കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളതും, കേരളത്തിലെ മെഡിക്കൽ കോഴ്സുകളെല്ലാം കുഹാസിൻ്റെ അണ്ടറിലാണ്. ആ കുഹാസിൻ്റെ അണ്ടറിലും പോരാത്തതിന് നമ്മൾ ഗവൺമെൻറ്റിൻ്റെ LBSഉം അതുപോലെ PNC MAC പോലത്തെ രജിസ്ട്രേഷനുകളും കീമിൻ്റെയും രജിസ്ട്രേഷനിലൊക്കെ കൂടിയാണ് കേരളത്തിൽ കുട്ടികൾക്ക് അഡ്മിഷൻ കിട്ടുക, കേരളത്തിൽ പഠിച്ചിട്ടുള്ള കുട്ടികൾക്ക് കിട്ടുക എന്നുള്ളത്. അപ്പോൾ അതിനെല്ലാം മൊത്തത്തിലൊരു നമ്മളൊരു പാക്കേജാണ് നമ്മളുടെ ഈ ബിയോണ്ട് എഡ്യൂ സമ്മിറ്റ് എന്ന് പറയുന്നതുകൊണ്ട് കുട്ടികൾക്ക് വ്യക്തമായൊരു ഗൈഡൻസ്. ഇപ്പോൾ +2 പരീക്ഷ എഴുതി ലാസ്റ്റ് മിനിറ്റിൽ മുഴുവനായിട്ട് അവർക്ക് അക്സെപ്റ്റ് കിട്ടില്ലെങ്കിൽ പോലും അവർക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ പോലും എന്താ ചെയ്യുക, അവർക്കൊരു ടേണിംഗ് പോയിന്റ് ഉണ്ടാക്കാനുള്ളൊരു അവസരമാണ്. കാരണം എല്ലാ കോഴ്സുകൾക്കും ഇന്ത്യയിൽ ഗവൺമെൻറ്റിൻ്റെ എൻട്രൻസ് പരീക്ഷകളുണ്ട് എല്ലാ കോഴ്സിനും. അതിപ്പോൾ സയൻസ് പഠിക്കുന്ന കുട്ടികളാണെങ്കിലും കൊമേഴ്സ് ആണെങ്കിലും ഹ്യൂമാനിറ്റീസ് ആണെങ്കിലും അവർക്കെല്ലാം ഗവൺമെൻറ് കോളേജിൽ സ്കോളർഷിപ്പോടുകൂടി അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് പഠിക്കാനുള്ള അവസരമുള്ള കോഴ്സുകളും എൻട്രൻസുകളും ഉണ്ട്. പക്ഷേങ്കിൽ ഇത് കുട്ടികൾക്ക് അറിയില്ല. അതൊന്നിലും സ്കൂളിലാണ്. വീട്ടുകാർക്ക് എല്ലാ പേരൻസിനും എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് അത്യാവശ്യം ഒരു 10% പേരൻസ് അത് മനസ്സിലാക്കി ഉപയോഗിച്ച് പോകുന്നുണ്ട്. അത് ടീച്ചർമാരുടെയോ ഡോക്ടർമാരുടെയൊക്കെ മക്കളായിരിക്കാം, അല്ലെങ്കിൽ അവർ സീനിയേഴ്സ് മുമ്പേ നടന്നവർ പറഞ്ഞ് കേട്ടിട്ട് പോകുന്നവരായിരിക്കാം. പക്ഷേ നമ്മൾ സ്കൂൾ ലെവൽ തൊട്ട് തന്നെ ഈ ഒരു കാര്യങ്ങൾ ഗൈഡൻസ് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പേടിക്കേണ്ട കാര്യമില്ല. അവർക്ക് കിട്ടുന്ന മാർക്കും അല്ലെങ്കിൽ മേടിക്കാൻ പറ്റുന്ന മാർക്കും അവരുടെ അഭിരുചിയും മനസ്സിലാക്കിയിട്ട് അവർക്ക് കോഴ്സുകൾ എടുക്കാൻ പറ്റും. കാരണം ഇപ്പോൾ ഇന്ന് നാട്ടിൽ ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയി നിൽക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പോൾ എല്ലാ കുട്ടികൾക്കും, ഇപ്പോൾ സയൻസുകാർക്കാണെങ്കിലും കൊമേഴ്സുകാർക്കാണെങ്കിലും ഹ്യൂമാനിറ്റീസിനാണെങ്കിലും AI മതി. പക്ഷേ AI മാത്രമല്ലല്ലോ നാട്ടിൽ പ്രവർത്തിക്കുന്നത്. മറിച്ച് കൊമേഴ്സിൻ്റെ മേഖലയിൽ എത്രത്തോളം പെർഫോം ചെയ്താൽ എത്രത്തോളം വരുമാനം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ എത്രത്തോളം നല്ലൊരു ഹൈ പ്രൊഫൈൽ ജോബ് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് കൊമേഴ്സുകാർക്ക് അറിയുന്നില്ല. ഹ്യൂമാനിറ്റീസുകാർക്ക് അവൻ്റെ മേഖലയിലൂടെ അവൻ ഹൈ പ്രൊഫൈലിൽ നമ്മുടെ എന്താ പറയുക ഒരു IAS കാരനും അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്ക് വരെയും പോകാൻ പറ്റും എന്നുള്ള സാധ്യത ഹ്യൂമാനിറ്റീസുകാരനും ചിന്തിക്കുന്നില്ല. അപ്പോൾ അത് അങ്ങനത്തെ ഗൈഡൻസ് നമുക്ക് മുഴുവനായിട്ട് ഈ ഒരു ചെറിയ സമയത്ത് കൊടുക്കാൻ പറ്റില്ലെങ്കിൽ പോലും ഈ ബിയോണ്ട് എഡ്യൂ സമ്മിറ്റിൽ പങ്കെടുത്തു കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഇതിനെക്കുറിച്ചൊരു കൂടുതൽ അവയർനെസ്സും അപ്പോൾ അവർക്ക് ചെയ്യാൻ പറ്റുന്ന മാക്സിമം ചെയ്യാം, അല്ലെങ്കിൽ അവരുടെ പിന്നിൽ വരുന്ന അനിയന്മാർക്കും അനിയത്തിമാർക്കും ഒക്കെ ഇതൊരു ഗൈഡൻസ് കൊടുക്കാനും നമുക്ക് ഇത്ര പരീക്ഷകളുണ്ട്, ഈ പരീക്ഷകൾക്ക് വേണ്ടി നമ്മൾ ക്രാക്ക് ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്കത് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഗവൺമെൻറ്റിൽ പഠിക്കാം, ഇന്ന യൂണിവേഴ്സിറ്റികൾ ഇത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്, സൗജന്യ വിദ്യാഭ്യാസം തരുന്ന യൂണിവേഴ്സിറ്റികളുണ്ട് എന്നുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ അറിയാൻ പറ്റും. ഈ ബിയോണ്ട് എഡ്യൂ സമ്മിറ്റിൽ കുട്ടികൾക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഓക്കെ, എനിക്ക് തോന്നുന്നു പല കുട്ടികളും +2 കഴിഞ്ഞതിന് ശേഷം ഇനിയിപ്പോൾ എന്താ ചെയ്യാന്നൊരു ഐഡിയ ഇല്ലാത്ത കുട്ടികളാണ്. അതുപോലെ തന്നെയാണ് പാരൻസ്. അവർക്കൊരു കൺഫ്യൂഷൻ ആയിരിക്കും. ഇപ്പോൾ ആരെങ്കിലും അവരുടെ ഫ്രണ്ട്സ് പറയുന്ന അല്ലെങ്കിൽ ആ ഫ്രണ്ട്സ് എടുക്കുന്ന കോഴ്സുകൾ എടുത്തിട്ട് ഇവർ മുന്നോട്ട് പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ ഇതെന്നെ കൊണ്ട് പറ്റില്ല, സാധിക്കില്ല എന്നറിയുന്നു, അത് ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നു, പിന്നെ വേറെ പല മേഖലകളിലേക്കും പോകുന്നു, ലൈഫ് തന്നെ വല്ലാത്ത രീതിയിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്കൊക്കെ യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു എഡ്യൂ സമ്മിറ്റ് അല്ലേ? അതെ. അതിന് ഉദാഹരണം നമ്മളൊരു ബാങ്കിങ് മേഖലയിലോട്ട് പോകാൻ വേണ്ടിയിട്ട് എഞ്ചിനീയറിംഗ് പഠിച്ചിട്ട് വരുന്ന ആൾക്കാരുണ്ട്. എന്നിട്ട് അവർ ബാങ്കിങ് മേഖലയിൽ 1 വർഷം 2 വർഷം കഴിയുമ്പോൾ ഇവിടുത്തെ പ്രഷർ കൊണ്ട് അവരെ ജോലി വിട്ടിട്ട് പോകുന്നുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് അവിടെ ഒരു BCom പഠിച്ച് കൊമേഴ്സ് ഫീൽഡിൽ നിൽക്കുന്ന ഒരുത്തിന് കിട്ടേണ്ട ജോലിയാണ് ഈ ഒരു, കാരണം എഞ്ചിനീയറിംഗ് ഒരു ബിടെക്കാരന് ബാങ്കിൻ്റെ പരീക്ഷ എഴുതുന്ന പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ടുള്ള പരിയാണ്. അവൻ 8ഓളം മാത്സ് പേപ്പർ പഠിച്ചവന് ഇത് വളരെ ഈസിയാണ്. അവൻ ജോലി മേടിച്ചെടുക്കുമ്പോൾ അവസരം നഷ്ടപ്പെടുന്നത് അതിന് എലിജിബിളായിട്ട് നിൽക്കുന്ന കൊമേഴ്സുകാരനോ ഒരു BBA കാരനോ അല്ലെങ്കിൽ ഒരു BA പഠിച്ചവനോ ഉള്ളൊരു അവസരമാണ് ഒരു എഞ്ചിനീയർ തട്ടിയെടുക്കാന്നല്ല, അവൻ്റെ ലൈഫ് സെറ്റാക്കാൻ വേണ്ടി ആദ്യം ചെയ്യുന്നു. പക്ഷേങ്കിൽ ഈ പറഞ്ഞൊരു അവയർനെസ്സും അവൻ്റെ അഭിരുചി എന്താണെന്ന് അവൻ അറിയുവാണെങ്കിൽ അവന് നല്ലൊരു എഞ്ചിനീയറോ നല്ലൊരു ഡോക്ടറോ അല്ലെങ്കിൽ നല്ലൊരു എല്ലാ മേഖലയിലും ഉണ്ടല്ലോ, എല്ലാ മേഖലയിലും ബെസ്റ്റ് ആൾക്കാരുണ്ടല്ലോ. അതെ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു എഡ്യൂ സമ്മിറ്റിൽ ഒരുപാട് സെലിബ്രിറ്റീസ് വരുന്നുണ്ട്. ഇപ്പോൾ ലാൽ ജോസ്, സച്ചിൻ ബേബി ഉൾപ്പെടെയുള്ള നിരവധി ആൾക്കാർ വരുന്നുണ്ട്. എന്താണ് ഈ ഒരു എഡ്യൂ സമ്മിറ്റിൽ സിനിമാക്കാരനായിട്ടുള്ള നമ്മുടെ ലാൽ ജോസ്, സംവിധായകൻ ലാൽ ജോസിന് എന്താണ് കാര്യം? അതിനെക്കുറിച്ച് എനിക്ക് അറിയാനായിട്ട്. അതെന്താ വെച്ചാൽ നമ്മൾ ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടികൾക്ക്, പ്രത്യേകിച്ചൊരു 15, 16, 20, 25 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ് സിനിമ, സ്പോർട്സ്, ഇതെല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ്.
ഇതിലൊക്കെ അവർ അതിൽ ഒരു സിനിമാ നടനാണെന്നോ അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമാണെന്നൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരുടെ ജീവിത സാഹചര്യം കൊണ്ട് പിന്നീട് കിട്ടുന്ന ജോലി ചെയ്തു പോവുക എന്നുള്ളതാണ് കൺസെപ്റ്റ്. അപ്പോൾ നമുക്ക് ലാൽ ജോസ് സാർ നമുക്കൊരു സെഷൻ ചെയ്യുന്നുണ്ട്. സാറിൻ്റെ സെഷൻ എന്ന് പറഞ്ഞാൽ സിനിമാ വിദ്യാഭ്യാസം എന്നുള്ളൊരു സെഷനാണ്. എന്ന് വെച്ചാൽ സിനിമയിൽ അഭിനയിപ്പിക്കാനോ അല്ലെങ്കിൽ സിനിമയിലെ സംവിധായകനാവണോ എന്നല്ല. ഒരു സിനിമ എന്ന് പറയുമ്പോൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന 100-200 ആൾക്കാർ അതിൻ്റെ പിന്നിൽ ടെക്നിക്കലായിട്ടും പല പല സാധ്യതകളുണ്ട്. അപ്പോൾ ആ സാധ്യതകൾ ഇവർക്ക് ഉപയോഗപ്പെടുത്താം. അല്ലാണ്ട് നമുക്ക് എല്ലാവർക്കും അഭിനയിക്കാൻ പറ്റുമെന്ന് പറയാൻ പറ്റില്ല. മറിച്ച് ഇതിൻ്റെ എഡിറ്റിംഗ് ആയിട്ടും അതിൻ്റെ സൗണ്ട് എഞ്ചിനീയേഴ്സായിട്ട് ക്യാമറാമാനായിട്ട് ഗ്രാഫിക് ഡിസൈനേഴ്സ് അങ്ങനെ ഒരുപാട് വർക്കുകൾ. പിന്നെ മാർക്കറ്റിംഗ് കഴിവുള്ളവനാണെങ്കിൽ അവൻ PR ആയിട്ട് അങ്ങനെ ഓരോ കുട്ടികൾക്കും അതിൻ്റെ സാധ്യത അനുസരിച്ച് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇന്ന് സിനിമാ മേഖലയിൽ വരാം. അവർക്ക് അതിനുള്ള സ്പേസ് അവിടെ ഉണ്ട്. അപ്പോൾ അതിനെ കുറിച്ചുള്ള കാര്യങ്ങളെക്കുറിച്ച് സാറ് ഒരു സെഷൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. സച്ചിൻ ബേബി കേരളത്തിൻ്റെ രഞ്ജി ക്യാപ്റ്റനായിരുന്നു. കൊല്ലം ഏരിയസിൻ്റെ ക്യാപ്റ്റനാണ്, കപ്പെടുത്തു കൊടുത്ത ടീം KPL. അപ്പോൾ സച്ചിൻ ബേബി പറയുന്നത് കളിയിൽ അല്പം കാര്യം എന്നുള്ളൊരു വിഷയമാണ്. അപ്പോൾ ആ വിഷയത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാവരും പ്ലെയർ ആവണമെന്നല്ല അതിലും പറയുന്നത്. ഇപ്പോൾ ഈ ക്രിക്കറ്റ് കളി ഇപ്പോൾ നിങ്ങളെല്ലാവരും ഇപ്പോൾ IPL ഒക്കെ നടക്കുന്ന സമയമാണ്. ഇപ്പോൾ ഒരു IPL നടക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ക്രിക്കറ്റ് കളി നമ്മുടെ സ്ക്രീനിൽ വരുന്ന മുമ്പ് ഇപ്പോൾ ഗ്രൗണ്ടിൽ പോയി കണ്ടിട്ടുണ്ടോ അറിയാൻ പറ്റും. സ്ക്രീനിലും ഗ്രൗണ്ടിലും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. ഇപ്പോൾ സ്ക്രീനിലൊരു ബാറ്റ്സ്മാൻ വരുമ്പോൾ തന്നെ ആ ബാറ്റ്സ്മാൻ്റെ പൂർവ്വ ചരിത്രങ്ങളും അല്ലെങ്കിൽ ബാറ്റ്സ്മാൻ എല്ലാ കാര്യങ്ങളും ഒരു ബാറ്റ്സ്മാൻ്റെ എടുത്തു വരും. സ്ക്രീനിൽ ബൗളറിൻ്റെ ആണെങ്കിലും പ്ലേയേഴ്സിൻ്റെ ആണെങ്കിലും ഗ്രൗണ്ടിൻ്റെ ആണെങ്കിലും ആ ഗ്രൗണ്ടിൽ ഇതിന് മുമ്പ് എന്തെല്ലാം കളി എങ്ങനെയൊക്കെ നടന്നു, ഇനി എങ്ങനെ എന്തൊക്കെ സാധ്യതയുണ്ട്, ഇതൊക്കെ കണക്കാക്കിയിട്ടാണ് നമ്മൾ കാണുന്ന കമൻട്രി ആണെങ്കിലും പിച്ച് ക്യൂറേറ്റേഴ്സാണ് എല്ലാം സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിലൊരു ഗ്രൂപ്പ് ഓഫ് എഞ്ചിനീയേഴ്സും ഒരു ടീമിൻ്റെ ഒരു വർക്ക് അവിടെ നടക്കുന്നുണ്ട്. ആ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണല്ലോ നമുക്ക് ഈ മുമ്പത്തെ ഉള്ള ഈ സ്റ്റാറ്റിസ്റ്റിക്സ് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിലൊരു സാധ്യതയുണ്ട്. സ്പോർട്സ് മേഖലയിൽ നമുക്ക് ഗെയിംസ് അല്ലാതെ തന്നെ നമുക്ക് ആ മേഖലയായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഓരോ വലിയ വലിയ പ്ലേയേഴ്സും ഇൻഡിവിജ്വലായിട്ടൊരു മെൻറ്ററെ വെക്കുന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു മെൻറ്റർ വെക്കുകയാണെങ്കിൽ ആ മെൻറ്റർ അല്ലെങ്കിൽ ഒരു ഗൈഡൻസിനെ കൂടെ ഒരാളെ വെക്കുമ്പോൾ അപ്പോൾ ഇന്ന ഗ്രൗണ്ടിലാണ് കളിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന ബൗളേഴ്സാണ് നമ്മുടെ നാളെ ഓപ്പോസിറ്റ് ബൗൾ ചെയ്യുന്നത്. അപ്പോൾ അവർ ഏതൊക്കെ തരത്തിലുള്ള ആക്ഷൻസിൽ അവർ ബോൾ ചെയ്തിട്ടുണ്ട്, അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും, മറിച്ച് ബാറ്റ്സ്മാൻ ആണെങ്കിൽ ബൗളറാണെങ്കിലും ആ ബാറ്റ്സ്മാൻ എങ്ങനെ പ്രിപ്പറേഷന് വേണ്ടിയിട്ട് അങ്ങനെ സ്വന്തമായിട്ടൊരു PR ടീമോ അല്ലെങ്കിൽ ഒരു മാനേജറെ പോലെ പല പ്ലേയേഴ്സും അവർ ശ്രദ്ധ അറിയാൻ വേണ്ടിയിട്ട്, സ്റ്റാറ്റിസ്റ്റിക്സ് അറിയാൻ വേണ്ടിയിട്ട് കൊണ്ടു നടക്കാറുണ്ട്. അപ്പം അങ്ങനെയുള്ള ജോലി സാധ്യതകളുള്ള കോഴ്സുകളുണ്ട്. അത് എല്ലാവർക്കും അറിയില്ല. എല്ലാവർക്കും കോമൺ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം അറിയുള്ളൂ. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങൾ പറയാനാണ് നമ്മൾ സച്ചിൻ ബേബിയെ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ സച്ചിൻ ബേബിയും ലാൽ ജോസും ഇതിൽ കണക്റ്റഡ് ആയതിൻ്റെ കാര്യം മനസ്സിലായല്ലോ. അവരൊരു മെൻ്റലിസ്റ്റ് ഉണ്ട്. പിന്നെ നമുക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് മെമ്പറായിട്ടുള്ള ഡോക്ടർ റിച്ചാർഡ്സ് കറിയ എന്ന് പറഞ്ഞ അദ്ദേഹം യൂണിവേഴ്സിറ്റിൻ്റെ രജിസ്ട്രേഷൻസും ഇന്ന കട്ട് ഓഫിന് ഇന്ന കോളേജിൽ, ഇപ്പോൾ പാലക്കാട് വിക്ടോറിയ കോളേജിൽ അഡ്മിഷൻ കിട്ടാൻ എന്ത് ചെയ്യണം എന്നുള്ളത് നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഒരു ക്യാപ്ഷനാണ്. എന്ന് വെച്ചാൽ അവിടെ അഡ്മിഷൻ ഞങ്ങൾ മേടിച്ചു കൊടുക്കുന്നല്ല പറഞ്ഞിട്ടുള്ളത്, അവിടെ കഴിഞ്ഞ വർഷങ്ങളിൽ ഏത് മാർക്കിനാണ് അഡ്മിഷൻ എടുത്തിരിക്കുന്നത് എന്നുള്ള കാര്യം കുട്ടികൾക്ക് അറിയണമല്ലോ. കുട്ടികൾ 50% മാർക്ക് മേടിച്ചിട്ട് എനിക്ക് വിക്ടോറിയയിൽ സീറ്റ് കിട്ടും എന്ന് പറയുന്നതിലും 95% വാങ്ങിച്ചിട്ട് വിക്ടോറിയ നോക്കാതെ സോഷ്യലിറ്റി പോയി ചേർന്നതിലും വ്യത്യാസമുണ്ടല്ലോ. അപ്പോൾ അതിനൊരു ഗൈഡൻസ് കൊടുക്കാനാണ് യൂണിവേഴ്സിറ്റി ആൾക്കാർ, അതുപോലെ ഒരു കരിയർ പ്രൊഫസർ TP സേതുമാധവൻ എന്ന് പറഞ്ഞ സാറുണ്ട്. അതുപോലെ നമ്മളുടെ ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ട് പ്രോമിലോ എന്ന് പറഞ്ഞൊരു സ്റ്റാർട്ടപ്പ് IT കമ്പനിയാണ്. അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സാധ്യതകളെക്കുറിച്ചൊരു സെഷൻ കൊടുക്കുന്നുണ്ട്. അത് പ്യൂർലി ഈ +2 ഡിഗ്രി കഴിഞ്ഞ കുട്ടികൾക്ക് ഇനി എന്ത് എന്നറിയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നെ നമ്മളൊരു വിൻസി അലോഷ്യസ്, ദർശന, അങ്ങനെ ഒരു 4-5 സിനി ആക്ട്രസസിനെ കൊണ്ടുവന്ന കാര്യം ചോദിച്ചാൽ അവരെല്ലാവരും അവരുടെ പേഴ്സണൽ ജോബുണ്ട്. പേഴ്സണലി അവർക്ക് ഡോക്ടറാണ്, മറ്റേ അവർ ഓരോ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷെ അവരിപ്പോൾ സിനിമയിലും ഉണ്ട്. അപ്പോൾ നമ്മൾ പാഷൻ ഫോളോ ചെയ്തുകൊണ്ട് നമ്മുടെ എഡ്യൂക്കേഷൻ മിസ് ചെയ്യാതെ കൊണ്ടുപോകുക എന്നുള്ളൊരു സെഷനാണ് അവർക്ക് ഹാൻഡിൽ ചെയ്യുക. അവർക്ക് എഡ്യൂക്കേഷനും തുടരാം, സ്വന്തം പാഷൻ സിനിമയാണെങ്കിൽ സിനിമയിലോട്ട് വരാമല്ലോ. ഇപ്പോൾ ഒരു ഡിഗ്രിയോ അല്ലെങ്കിൽ ഒരു PGയോ അല്ലെങ്കിൽ ഒരു ഡോക്ടറേറ്റോ കഴിഞ്ഞിട്ട് സിനിമയിലോട്ട് വരാനുള്ള അവസരം ഉണ്ടെങ്കിൽ അത് വരാനും പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ഒരു സെഷൻസാണ് നമ്മളങ്ങനെ കുട്ടികൾക്ക് വിവിധ. ഇപ്പം സരിൻ ഡോക്ടർ അറിയാമല്ലോ, നമ്മുടെ പാലക്കാട് MLA കാൻഡിഡേറ്റ് സരിൻ ഡോക്ടർ IAS എന്ന് വന്നിട്ടുള്ള ആളാണ്. അപ്പോൾ ആ രീതിയിലുള്ള കാര്യങ്ങൾ അദ്ദേഹം ചെയ്യും. കുട്ടികൾക്ക് എങ്ങനെയാണോ എന്നുള്ളൊരു ഗൈഡൻസ് കൊടുക്കുക. അപ്പം അങ്ങനെ എല്ലാവർക്കും എൻ്റർടൈൻഡ് ആയിട്ട് എല്ലാ മേഖലയിൽ നിന്നുള്ള ആൾക്കാർ അങ്ങനെ എല്ലാവർക്കും ചെറിയ സെഷൻസാണ്. കാരണം ഒരു ലോങ് സെഷൻ കേൾക്കാനൊന്നും ഇപ്പോഴത്തെ കുട്ടികൾക്ക് താല്പര്യം 30 സെക്കൻഡ് റീൽ കാണുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു ലോങ് സെഷൻ കാണാൻ ഒരിക്കലും താല്പര്യം ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പ്രോഗ്രാം പാക്ക് ചെയ്തിരിക്കുന്നത്. ഒരു കാര്യം കൂടെ എനിക്ക് ചോദിക്കാനുണ്ട്. ഇപ്പോൾ പല കുട്ടികൾക്കും അറിയാം എന്ത് പഠിക്കണം, എവിടെ പഠിക്കണം എന്നുള്ള കാര്യം അറിയാം. പക്ഷേ അവർക്ക് അതിനുള്ള സാമ്പത്തിക ശേഷി ഉണ്ടാവില്ല. അപ്പോൾ തീർച്ചയായിട്ടും അവർ ബാങ്കുകളെ ആശ്രയിക്കേണ്ടി വരും എഡ്യൂക്കേഷൻ ലോണിനായിട്ട്. അപ്പോൾ അതെങ്ങനെ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയയും അവർക്ക് ഉണ്ടാവണമെന്നില്ല. അതിനൊരു ഹെൽപ്പ് കൊടുക്കുന്നുണ്ടോ? നമ്മുടെ സമ്മിറ്റിൽ നാഷണലൈസ്ഡ് ബാങ്കുകൾ പങ്കെടുക്കുന്നുണ്ട്.
എന്ന് വെച്ചാൽ ലോൺ കൊടുക്കാം എന്നുള്ളതല്ല, നമുക്കൊരു കുട്ടിക്ക് ലോണിന് അപ്രോച്ച് ചെയ്യാനുള്ള കാര്യങ്ങൾ, പ്രൊസീജിയേഴ്സ് എങ്ങനെയാണ്. പലവരും പല രീതിയിൽ പല കുട്ടികളും ലോക്കലിലുള്ള ഒരു പൊളിറ്റീഷ്യനെയോ അല്ലെങ്കിൽ ഒരു ആൾക്കാരെ വിളിച്ചിട്ടാണ്, വാർഡ് മെമ്പറെയൊക്കെ വിളിച്ചിട്ടാണ് ബാങ്കിലോട്ട് പോകുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ രാഷ്ട്രീയപരമായിട്ട് നിൽക്കുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ നാട്ടിലെ പ്രമുഖർക്കൊന്നും ഈ നാഷണലൈസ്ഡ് ബാങ്കിൽ പോയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല. തെറ്റായ ധാരണയാണ്. നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. കാരണം കുട്ടിയുടെ പ്രൊഫൈൽ വെച്ചിട്ടാണ് ബാങ്ക് ലോൺ കൊടുക്കുന്നത്. കുട്ടി പഠിക്കാൻ മറ്റേ പോകുന്ന കോഴ്സ്, ആ കോഴ്സ് കഴിഞ്ഞാൽ കുട്ടിക്ക് ജോലി കിട്ടാനുള്ള സാധ്യത, ജോലി കിട്ടുകയാണെങ്കിൽ എത്ര രൂപ ശമ്പളം കിട്ടും, അത് കണക്കാക്കിയിട്ടാണ് ഒരു എഡ്യൂക്കേഷൻ ലോൺ കൊടുക്കുക. അത്യാവശ്യം നല്ല രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ നല്ല ബാങ്ക് മാനേജറിൻ്റെ ഇൻട്രസ്റ്റും കൂടെയാണ് മെയിനായിട്ടുള്ള കാര്യം. 3.5 മുതൽ 7 ലക്ഷം രൂപ ഈടൊന്നും ഇല്ലാണ്ട് ബാങ്കുകാർ കൊടുക്കാറുണ്ട്. അപ്പോൾ അതിൻ്റെ സാധ്യതകളെക്കുറിച്ച് ബാങ്കിൻ്റെ ആൾക്കാരെ ഡയറക്റ്റ് ഇൻട്രാക്ട് ചെയ്യാൻ ഈ സമ്മിറ്റിലൊരു അവസരമുണ്ട്. ഇതോടെ ഇന്ത്യക്കകത്തുള്ള കോളേജ് മാത്രമല്ല, വിദേശ രാജ്യങ്ങളിലെ കോളേജ് യൂണിവേഴ്സിറ്റികളും ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ വിദേശ രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ലോണും ഈ ഡെപ്പോസിറ്റ് മണിയെല്ലാം കാണിക്കേണ്ട ഒരു കാര്യം വരുന്നത്. അപ്പോൾ വിദേശ യൂണിവേഴ്സിറ്റികളുടെ പ്രതിനിധികൾ ഈ പരിപാടിയിലുണ്ടാവും. കുട്ടികൾക്ക് നേരിട്ട് വന്ന് സംവദിക്കാം, അവരുമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കാം. ഇതൊക്കെയാണ് നമ്മൾ ബിയോണ്ട് എഡ്യൂ സമ്മിറ്റ് 2026 കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ അബ്രോഡ് പോകാൻ താല്പര്യമുള്ള കുട്ടികൾക്കും ഇതൊരു വഴികാട്ടിയാണ് അല്ലേ? അപ്പോൾ താങ്ക് യു സോ മച്ച് സാർ. ഒരുപാട് സന്തോഷം. ഈ ഒരു എഡ്യൂ സമ്മിറ്റിന് എല്ലാവിധ ആശംസകളും നേരുകയാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഗസ്റ്റ് റൂം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും അടുത്തൊരു അതിഥിയുമായി ഒന്നിക്കാം. അതുവരേക്കും ഇറ്റ്സ് മീ സുനൽ സൈനിങ് ഓഫ്.